മെയ് 1 തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂരിൽ സംയുക്ത മെയ്ദിന റാലി നടന്നു. CITU, AITUC, KTUC എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. തൊഴിലാളി വർഗത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുകയും നിലവിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് CITU, AITUC, KTUC തുടങ്ങി നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പെരുമ്പാവൂർ ടൗണിൽ റാലി നടത്തിയത്. ദൃശ്യവിരുന്നുകൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ മെയ്ദിന റാലി. തുടർന്ന് വെജിറ്റബിൾ മാർക്കറ്റിന് മുമ്പിൽ നടന്ന പൊതുസമ്മേളനത്തിൽ AITUC മണ്ഡലം സെക്രട്ടറി രാജേഷ് കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. സുജു ജോണി സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ഒരു പണിമുടക്ക് നടത്തിയത്. ആ പണിമുടക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന മോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്ന തൊഴിൽ കോഡുകൾ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു നാം നടത്തിയിട്ടുള്ള ആ പണിമുടക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, മെയ് ദിനം ആചരിക്കാൻ ഇടയാകുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ചിക്കാഗോ തെരുവേദികളിൽ തൊഴിലാളികളുടെ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിനോദത്തിനും 8 മണിക്കൂർ വിശ്രമത്തിനും വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ധീര രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തെമ്പാടും ഇന്ന് മെയ് ദിനമായി ആചരിക്കുന്നത്. ആ കാണേണ്ടത് 8 മണിക്കൂർ ജോലി എന്ന് പറയുന്ന 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവത്യാഗത്തിന്റെ ഒരു ഫലമാണ്. എന്നാൽ ഇന്ന് നോക്കൂ, ഇന്ന് രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ തൊഴിലാളികൾ നീണ്ടുനിന്ന പോരാട്ടത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് അടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറുതും വലുതുമായ തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിൽ നിയമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തൊഴിൽ കോഡുകളാക്കി മാറ്റാൻ, ആ തൊഴിൽ കോഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിൽ സമയം തൊഴിലുടമയ്ക്ക് ഇഷ്ടപ്രകാരം നിശ്ചയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് 8 മണിക്കൂർ എന്ന് പറയുന്നത് 10, 12, 14, 16 മണിക്കൂറായി നിശ്ചയിക്കാൻ ഈ രാജ്യത്തെ തൊഴിലുടമയ്ക്ക് അധികാരം കൊടുക്കുന്ന തൊഴിൽ കോഡ് ഈ രാജ്യത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്ന് അതിന്റെ ചട്ടം രൂപീകരിച്ച് ഉത്തരവിറക്കി ഈ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലക്കകത്ത് അത് നടപ്പാക്കുകയാണ്. നമ്മൾ കാണേണ്ടത്, തൊഴിൽ കോഡിനായി സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന IT മേഖലയടക്കം തൊഴിലാളികളുടെ രാജ്യത്ത് ആ തൊഴിലാളികൾ ഈ നിയമമായി വന്ന് ചട്ടമായി വന്ന് ഉത്തരവായി ഇറങ്ങുമ്പോൾ ആ ഉത്തരവിന്റെ ഭാഗമായി രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പിന്നീട് പണിമുടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബാംഗ്ലൂർ നഗരത്തിലടക്കം ആ പണിമുടക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വരുന്ന IT മേഖലയുടെ തൊഴിലാളികൾ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഈ തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ച് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് NC മോഹൻ, CV ശശി, CM അബ്ദുൽ കരീം, PK രാജീവൻ, KA മൊയ്തീൻ പിള്ള, അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, PS സുബ്രഹ്മണ്യൻ, VP ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.